കേരളത്തിൻ്റെ വികാരമായിട്ടുള്ള തേങ്ങാച്ചോറും ബീഫും ആയാലോ ഇന്നത്തെ റെസിപ്പി. ഒരു കപ്പ് അരിയിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയതും 1/4 കപ്പ് അളവിൽ സവാള, 1/4 കപ്പ് അളവിൽ ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചെടുത്തതും, പിന്നെ 2 ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഞെരടിയിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനധികം വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 4 വിരലിൻ്റെ അടയാളത്തിനാണ് കേട്ടോ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കേണ്ടത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം കറക്റ്റ് ഒരു വിസിലുകൊണ്ട് റെഡിയാവും. ഇതേ സമയത്ത് തന്നെ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 2 മീഡിയം സൈസ് സവാള, 2 തക്കാളി, പിന്നെ 3 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ അളവിൽ വിനെഗറും ചേർത്ത് കൊടുത്തു. ഇനി മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കറക്റ്റ് 4 വിസിലുകൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതേ സമയത്ത് തന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങാച്ചോറൊക്കെ ഇവിടെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉടച്ചു നോക്കുമ്പോൾ കണ്ടോ കയ്യിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്കായിട്ട് സെർവ് ചെയ്യാം. കൂടെ തന്നെ നല്ല ചൂടുള്ള ബീഫ് കറിയും കൂടി ആയാൽ സെറ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ബൈ.